കാസർകോട്ടെ പെരിയ കൂട്ടക്കൊല അല്ലെങ്കിൽ പെരിയയിലെ 2 യുവാക്കളെ കൊന്നതിൻ്റെ വിധി ഇന്ന് പ്രസ്താവിച്ചു CBI കോടതി. കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. രാഷ്ട്രീയ വിരോധത്താൽ 21 വയസ്സുള്ള കൃപേഷിനെയും 23 വയസ്സുള്ള ശരത് ലാലിനെയും രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ ഗൂഢാലോചനയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ്. CBI കോടതിയിൽ ആ കേസിൻ്റെ വിചാരണ നടന്നു. ആ കേസിൽ കഴിഞ്ഞ ദിവസം 24 പ്രതികളിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടു. 10 പ്രതികളെ അന്ന് വിട്ടയക്കുകയും ചെയ്തു. 14 പ്രതികളുടെ ശിക്ഷാവിഹിതം ഇന്ന് കോടതി പ്രഖ്യാപിച്ചു. അതിനകത്ത് 1 മുതൽ 8 വരെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ്. പിന്നെ 2 പ്രതികൾ 10-ാം പ്രതിയും 15-ാം പ്രതിയും അവർക്കും ഇരട്ട ജീവപര്യന്തം. 10 പ്രതികളെ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അത് ഇരട്ട ജീവപര്യന്തമാണ്. അത് 10ഉം 15ഉം പ്രതികളെ കഴിഞ്ഞ ദിവസം ആ കോടതിയിലെ 14 പ്രതികളിലെ പറഞ്ഞെങ്കിലും അവർ ജാമ്യത്തിലായിരുന്നു. അവർ കോടതിയിൽ ഹാജരായിരുന്നില്ല. അവരെ തിരിച്ചു വരുത്തേണ്ടി വരും. 4 പ്രതികളെ KV കുഞ്ഞിരാമൻ പഴയ MLA ഉൾപ്പെടെ 4 പേരെ 5 വർഷം വീതം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 10 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം തടവ്. അതുപോലെ തന്നെ 4 പ്രതികളെ കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് 5 വർഷം തടവ് ശിക്ഷിക്കാൻ കാരണം അവർ കുഞ്ഞിരാമനും 3 പേരും CPM പ്രാദേശിക നേതാക്കളും ex-MLA കൂടെ ചേർന്ന് അവിടുന്ന് ഒരു പ്രതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റമാണ്. അത് ഇന്ത്യൻ പീനൽ കോഡിലെ 225 IPC പ്രകാരം 3 വർഷം വരെയും പിന്നെ 5 വർഷം വരെയുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന വകുപ്പുകളാണ്. BNS കറസ്പോണ്ടിങ് ആയ സെക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ആ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 5 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം 14 പ്രതികൾ കുറ്റക്കാരായി 10 പ്രതികളെ വിട്ടയച്ചു. ആ വിട്ടയച്ച ചിലരിൽ 2 പേര് തിരിച്ചു വരണം. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 10ഉം 15 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. അങ്ങനെ 10 പേരാണ് കുറ്റക്കാർ. 4 പേര് KV കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷത്തെ തടവ്. ഈ ഒരു സംഭവം കേരളത്തിൽ രാഷ്ട്രീയപരമായ കൊലപാതകവും നടക്കുന്ന TP ചന്ദ്രശേഖരന് ശേഷം ഇത്ര സ്പഷ്ടമായ ഒരു കൊലപാതകം നമ്മൾ കണ്ടിട്ടില്ല. ബാക്കിയൊക്കെ പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടത്തി പലരും രക്ഷപ്പെട്ടു പോകുന്നെങ്കിലും മനുഷ്യനെ രാഷ്ട്രീയപരമായി വെട്ടിക്കൊല്ലുന്ന കാഴ്ചകൾ കേരളത്തിൽ നമ്മൾ വളരെയധികം കണ്ടു. അതിലേറ്റവും വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു ഈ 2 കുട്ടികളെ അവരെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്തായാലും കൃത്യമായ CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി നേരത്തെ വിട്ട പലരെയും പ്രതികളാക്കി. ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചും 14 പ്രതികളാക്കി അന്വേഷണത്തിൽ. CBI വന്നു കഴിഞ്ഞപ്പം 10 പേരും കൂടെ ചേർന്ന് അങ്ങനെ 24 പ്രതികളാണ് ആ കേസിനകത്തുള്ളത്. ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കുറച്ച് വ്യക്തതയുള്ളതായി തോന്നി എനിക്കിപ്പം മനസ്സിലാവുന്നു. കാരണം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെ തന്നെയാണ് ഇപ്പോൾ CBI കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മികവുറ്റതാണെന്ന് പറയേണ്ടി വരും. CBI അതിനോടൊപ്പം നിന്നു. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള ശിക്ഷകൾ അനിവാര്യമാണ്. കാരണം പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ കേരളത്തിൽ നിൽക്കണം. വളരെയധികം വിദ്യാഭ്യാസമുള്ള 100% സാക്ഷരക്കാരായ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ല. രാഷ്ട്രീയപരമായ വിരോധത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന ചിലപ്പോൾ രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാർക്ക് അവർക്ക് ചിലപ്പം അതിനോട് ചില അപ്രിസിയേഷൻ ഉണ്ടായേക്കാം. പക്ഷേ പൊതുജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി ഏത് പാർട്ടിക്കാരനായാലും ശരി ഇതുപോലെയുള്ള കൊലപാതകങ്ങളെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ ഈ CBI കോടതിയുടെ ഈ വെർഡിക്റ്റിനോട് എല്ലാവർക്കും സന്തോഷം തോന്നുന്നു. ആ വീട്ടുകാർക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നു. എങ്കിലും വിട്ടുപോയ പലരും ഈ കേസിനകത്ത് പങ്കുചേർന്നവരാണ്. അവർക്കെതിരായിട്ട് അവർ അപ്പീലിന് പോകും എന്ന് വീട്ടുകാർ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെ മാതാപിതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ വീടിനടുത്തുള്ള അവർക്ക് 2 പേരുടെയും കല്ലറ തീർത്തിരിക്കുന്നിടത്ത് അപ്പനും അമ്മയും വേദനയോടെ അവിടെ പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ എപ്പോഴും വ്രണപ്പെടുത്തുന്ന തന്നെയാണ്, യാതൊരു സംശയമില്ല. എങ്കിലും
ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത്, കേരളത്തിലുണ്ടാകരുത്. 100% സാക്ഷരതയുള്ളവർ നമ്മൾ മാറി ചിന്തിക്കണം. രാഷ്ട്രീയമായും മതപരമായും ഒരു ചിന്തയും നമുക്ക് പാടില്ല എന്നാണ് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ വീട്ടുകാർ തൃപ്തിയില്ല, അവർക്ക് തൃപ്തിയില്ല. വധശിക്ഷ തന്നെ കൊടുക്കണം പ്രതികൾക്കെന്നാണ് ആ മാതാപിതാക്കൾ രണ്ടുപേരുടെയും കരഞ്ഞുകൊണ്ട് പറയുന്ന കാഴ്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയല്ല, ശിക്ഷിച്ച 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ്. 1-ാം പ്രതി ഈ കേസിനകത്ത് പീതാംബരനാണ്, 2-ാം പ്രതി സജി ജോർജ്, 3-ാം പ്രതി സുരേഷ്, 4-ാം പ്രതി അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി അശ്വിൻ, 8-ാം പ്രതി സുബീഷ്. അതാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത്, 8 പേര്. 10-ാം പ്രതി സുരേന്ദ്രനാണ്, 14-ാം പ്രതി AV ഭാസ്കരനാണ്, അവർക്ക് 15-ാം പ്രതി ഭാസ്കരനാണ്. അവർ 2 പേർക്ക് ഇരട്ട ജീവപര്യന്തമാണ്. ഈ കേസിൻ്റെ വിട്ടുപോയ പ്രതികളെ അവർക്കെതിരായി അപ്പീൽ പോകും എന്ന് വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു. കാരണം ആ മാതാപിതാക്കൾ അവരുടെ ഏക മക്കൾ, ഏക ആൺതരി 2നെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണിത്. അതുകൊണ്ട് അവരുടെ മരണം വരെ കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. കുട്ടികളെ രണ്ടുപേരുടെയും വീടിനടുത്ത് തന്നെ ഒന്നിച്ച് അവർക്ക് ശവക്കല്ലറ അവരൊരുക്കി അവിടെ പ്രാർത്ഥനയായിട്ട് ദൈനംദിനം കഴിയുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏക ആശ്രയമായിരുന്നു 2 പേർക്കും ഓരോ ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അവരുടെ 2 പേരുടെയും മൃതദേഹം അവരുടെ വീടിനടുത്ത് തന്നെ ഉണ്ട്. അവിടെ കല്ലറ കെട്ടിപ്പിടിച്ച് കരയുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാം. അമ്മമാർ 2ഉം കണ്ണീർ വാർത്ത അന്ന് മുതൽ ഇന്ന് വരെ അവിടെ കുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അവർ ഈ വിധിയിൽ തൃപ്തരല്ല. അവർ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അവർക്ക് തൂക്കിക്കൊല തന്നെ കൊടുക്കണം. അത് അവർ നേരിട്ട് കണ്ടു. അവർ പല ആൾക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെ ഈ കൊലപാതകം അത് നേരിട്ട് കണ്ടു. കൊലപാതകം കഴിഞ്ഞ് ആ പ്രതികൾ പോയി ആ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നതും അവർ ആയുധങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര പ്ലാൻഡ് ആയിട്ടുള്ള മർഡറാണ്. ഗൂഢാലോചനയിൽ ശിക്ഷിച്ചത് ഏതായാലും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. KV കുഞ്ഞിരാമനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ 4 പേരെയും, അത് 14-ാം പ്രതിയും 20-ാം പ്രതിയും 21-ാം പ്രതിയും 22-ാം പ്രതിയുമാണ് ആ ശിക്ഷിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇരട്ട ജീവപര്യന്തം ഇതിൽ മാതാപിതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും ആർക്കും തൃപ്തിയില്ല. വിട്ടുപോയവരെ ആ കേസിന് തീർച്ചയായിട്ടും അതിനെതിരായി അപ്പീൽ പോകും. കാരണം അവർക്കൊക്കെ എതിരായിട്ട് ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് ചിലപ്പം കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവില്ല. എങ്കിലും അവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കുറേയെങ്കിലും 30-40% ചിലപ്പം തെളിവുകളുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അപ്പീൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത്ര ബ്രൂട്ടലായ മർഡറാണ്. അത് നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് ലോക്കൽ പോലീസല്ല, ക്രൈം ബ്രാഞ്ചും പിന്നീട് വന്ന CBI. അതുകൊണ്ട് ഇനിയും അതിനകത്ത് വിട്ടുപോയി മാറി നിൽക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോടതിയുടെ ഈ തീരുമാനം വളരെ ശ്ലാഘനീയമാണ്, നല്ല വിധിയായിട്ട് കണക്കാക്കുന്നു. എങ്കിലും ആ മരിച്ച കുട്ടികളുടെ പിതാക്കന്മാർ 2 പേരും അതിൽ സന്തോഷം രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം ഇത്രയും പേരെങ്കിലും ശിക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. അത് അവരുടെ ഫൈറ്റിൻ്റെ ആ കേസിൻ്റെ പിന്നാലെ നിന്ന് അന്വേഷണ ഏജൻസികളോടും പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സഹകരിച്ച് അവർ മുന്നോട്ട് പോയി അതിൻ്റെ പ്രോസിക്യൂഷൻ അതിൻ്റെ ഒപ്പം ഈ ശിക്ഷിക്കപ്പെടുന്നതിനൊപ്പം രണ്ട് കുട്ടികളുടെയും പിതാക്കന്മാർ കോടതിയിലുണ്ടായിരുന്നു. കോടതിയിലെ ഓരോ നീക്കത്തിലും ഓരോ സാക്ഷിമൊഴിയിലും ഓരോ സാക്ഷികൾ പറയുമ്പോഴും ഒക്കെ അവർ കോടതിയിൽ അത് സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും CBI കോടതിയുടെ ഈ ശിക്ഷയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. നല്ലൊരു ശിക്ഷയായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ.